ഈ ഭർത്താവ് എന്ന വ്യക്തിയെ ദൈവത്തിന് തുല്യം കാണുന്ന സ്ത്രീകളുണ്ടാവും. അതുപോലെ തന്നെ ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. അപ്പോൾ അവൾക്ക് അകലെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് അവിടെ എത്താമായിരുന്നു. ഇത് എനിക്ക് എന്താ പറയുക, ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചത് കൊണ്ട് ആ വ്യക്തി അങ്ങേറ്റം സ്നേഹിച്ച ആ വ്യക്തി നഷ്ടപ്പെടുമ്പോൾ എന്താ പറയുക, പല കാര്യങ്ങൾക്കും ആ ഒരു വ്യക്തി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കേട്ട മറ്റൊരു ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടേക്കും ഓടിയെത്തിയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവില്ലാത്ത ആ ഫ്രണ്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങൾ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. എത്ര ഉപകാരമുള്ളതായാലും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിക്കുന്ന ഒരു മനുഷ്യരായാൽ പോലും ഭർത്താവ് എന്നൊരു പദവി അല്ലെങ്കിൽ ഭർത്താവ് എന്നൊരു വ്യക്തി എന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക, എല്ലാം കൊണ്ടും അത് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ കുട്ടി അനുഭവിച്ച രീതികൾ, അതായത് ആ ഭർത്താവുള്ള കാലത്തും ഭർത്താവില്ലാത്ത കാലത്തും ആ സ്ത്രീ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതായത് ഭർത്താവുള്ള കാലത്ത് അങ്ങേയറ്റം സംരക്ഷണത്തിലും സ്നേഹത്തിലും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിട്ട് ആ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, അതായത് വേണ്ടാത്ത നോട്ടങ്ങൾ, വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റു സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റയ്ക്കാക്കുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന, മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടാവും. എങ്കിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയാണെങ്കിൽ, അതായത് നല്ല ഭർത്താവാണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവാണെങ്കിൽ പോലും ആ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീക്ക് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ നേട്ടങ്ങൾ തന്നെയാണ്. കാരണം എന്താ പറയുക, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിൽ നിന്നും ഒറ്റപ്പെടുത്തലുകളിൽ നിന്നും മറ്റുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ഈ ഒരു ഭർത്താവിന് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പല കുടുംബങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്, നോക്കില്ല അല്ലെങ്കിൽ കുടിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഭർത്താവ് ഉണ്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വാചകം, അതിൽ തന്നെ ഉണ്ട് ആ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾ അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടിയും നോക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ലതാവട്ടെ പൊട്ടാവട്ടെ ആ ഒരു പദവി ഉണ്ടല്ലോ, അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്നും സംരക്ഷണമാണ്, തണലാണ്, അങ്ങനെ എല്ലാമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നേട്ടങ്ങളും കാര്യങ്ങളാണ് ആ ഒരു പദവി കൊണ്ട് തന്നെ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും അത്തരം എന്താ പറയുക വാക്ക് ഒരു സ്ത്രീയുടെ വായിൽ നിന്നും ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും വന്നു പോകരുത്. അത് നഷ്ടപ്പെട്ടവർക്ക്, അതെന്നല്ല ഏതൊരു കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തമാശക്ക് പോലും അങ്ങനെയുള്ളൊരു വാക്ക് ഒരാളുടെ വായിൽ നിന്ന് വന്നു പോകാതിരിക്കട്ടെ. എല്ലാ ദമ്പതിമാരും സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയും ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.